എല്ലാവർക്കും മരം വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു ബൺ മസാലയാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ഇതിനായിട്ട് നമ്മൾ ഒരു 250 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുക്കാം. അതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്, ഒരൽപ്പം ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു അര സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് നാരങ്ങാ നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരൽപ്പം വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് പുരട്ടിയെടുക്കാം. മസാല ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഓയിൽ നമ്മുടെ ചിക്കൻ എടുക്കില്ല. അതുകൊണ്ട് മസാല ഉണ്ടാക്കുന്ന സമയത്ത് ഇച്ചിരി ഓയിൽ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടുപ്പത്ത് ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചൂടായി വന്ന എണ്ണയിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുത്ത് അതിൻ്റെ മുകളിൽ നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുള്ള ചിക്കൻ പീസുകൾ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വറുത്ത് കോരിയെടുക്കാം. അടച്ച് വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആകെ നല്ല സോഫ്റ്റ് ആയിരിക്കും, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ചെയ്യും. ചിക്കൻ പീസുകൾ വറുത്ത് കോരിയതിന് ശേഷം ചൂടാറി കഴിഞ്ഞാൽ അതിനെ ഒന്ന് നുറുക്കി ചെറുതായിട്ട് ഇത് ക്രഷ് ചെയ്തിട്ടെടുക്കാം. നന്നായിട്ട് പൊടിഞ്ഞു പോകരുത്. നമുക്കിതിലേക്ക് ഒരു 3 വലിയുള്ളി അരിഞ്ഞു വെക്കാം, ചെറുതായി പൊടിയായിട്ട് അരിഞ്ഞു വെക്കാം. അതുപോലെ ഒരു 2 ചെറിയ തക്കാളി ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കുക. അതുപോലെ ഒരു 6 or 7 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ചതച്ചത് കൂടി നമുക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള എണ്ണയിലേക്ക് തന്നെ ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കാം. നേരത്തെ നമ്മൾ ചിക്കനിലേക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രമേ ഇട്ടിരുന്നുള്ളൂ. ഇനി നമുക്ക് മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ നന്നായി ചെറുതാക്കി മുറിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കാം. അല്പം മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് എടുക്കാം. നന്നായിട്ട് ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ബണ്ണിനെ നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല ഇതിനകത്തേക്ക് ഫില്ല് ചെയ്യാം. ഇനി അടുപ്പത്ത് പാൻ ചൂടാക്കാൻ വെക്കാം. നമുക്ക് ആ ബണ്ണിന് മുട്ടയിൽ ഒന്ന് നന്നായിട്ട് എല്ലാ വശവും മുക്കി പാനിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം. സിമ്പിൾ പരിപാടിയാണ്. എല്ലാവരും വീട്ടിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.